ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് പോലെ തന്നെ ഒരു ഡേ. അത് ഞാനൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയുമാണ് ഉണ്ടാക്കുന്നത്. ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ കംപ്ലീറ്റ് കിച്ചണിൽ തന്നെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നൊക്കെ ഉള്ള പോലെ കിച്ചണിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വീട്ടിലുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഓരോന്ന് ചെയ്താണ് ഒരു ദിവസം ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ഒരു ദിവസം അങ്ങ് പോവും. നിങ്ങളിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ ഉണ്ടാവുക. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. ഒരു ചട്നിയും ദോശയും ഉണ്ടാക്കുകയാണ്, അതിൻ്റെ കൂടെ ചായയും. അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട്. ചട്നി റെഡിയായി, കൂടെ തന്നെ ചായയും റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചാച്ചപ്പൂനുള്ള സ്പെഷ്യൽ ദോശയാണ്, എഗ് ദോശ. ഞാനും ഇടയ്ക്ക് ഇങ്ങനെ തന്നെ കഴിക്കുക. പിന്നെ ഇന്ന് ഞാൻ പ്ലെയിൻ ദോശ ആക്കിയത്. ചാച്ചപ്പൂന് എഗ്ഗും ഗീയൊക്കെ ഇട്ടിട്ടാണ് ദോശ ഞാൻ കൊടുക്കൽ എപ്പോഴും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇനി നമ്മളത് കഴിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ദോശമാവൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പാത്രങ്ങളൊക്കെ കഴുകി. ആസ് യൂഷ്വൽ എല്ലാ നേരവും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കഴുകലാണല്ലോ മെയിൻ. അപ്പോൾ അതൊക്കെ കഴുകി എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി ബെഡൊക്കെ സെറ്റാക്കി വെച്ചു, ഞാനും ചാച്ചവും കൂടെ. ഞാനിപ്പം ബെഡ് സെറ്റാക്കാൻ വരുമ്പോൾ അവന് ഓടി വരും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബെഡൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ വഴുതിന ഉപ്പേരിയും കോളിഫ്ലവർ പൊരിച്ചതുമാണ് ആക്കാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ ലഞ്ച് റെഡിയാക്കുന്ന സമയത്ത് ചാച്ചപ്പൂ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതിൻ്റെ വീഡിയോ, ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ലഞ്ചൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ചാച്ചപ്പൂവിനൊന്ന് ക്ലിനിക്കിൽ കൊണ്ടുപോകണം, അതിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് നമ്മൾ പോവാം. അങ്ങനെ ക്ലിനിക്കിലൊക്കെ പോയി. പിന്നെ ഷെഫിക്ക ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയും ഒക്കെ കുടിച്ച് ഇരുന്നു. എന്നിട്ട് നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഷെഫിക്ക പറഞ്ഞ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന്, അതുകൊണ്ട് ഞാനൊന്നും ആക്കിയില്ല. പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. നാട്ടിൽ പോകുന്ന ഷോപ്പിങ്ങും പിന്നെ ഗ്രോസറി ഷോപ്പിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. വീക്ക് ഡേ ആയിട്ടും നല്ല തിരക്കാണ്. സ്കൂളിൽ തുറക്കുന്നതിൻ്റെ ഒക്കെ തിരക്കാണെന്ന് തോന്നുന്നു.
അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. ഉസ്താദ് ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയതാണ് ഇത്. പപ്പടക്കൊല്ലം എന്നാണ് നമ്മളവിടെ പറയുക, നിങ്ങളവിടെ എന്താ പറയുകയെന്നറിയില്ല. പിന്നെ ഇതാണ് അവിടുത്തെ മെനു. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിത് എന്താക്കാന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് പിന്നെ റൂമിൽ പോയി. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.